ഓപ്പറേഷൻ നുംഗോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനം വിട്ടു നൽകണമെന്നും കസ്റ്റംസ് നടപടികൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചു. നിയമപരമായി സ്വന്തമാക്കിയ ലാൻഡ് റോവറിന്റെ രേഖകൾ പോലും പരിശോധിക്കാതെയാണ് കസ്റ്റംസ് വാഹനം കസ്റ്റഡിയിലെടുത്തതെന്ന് ദുൽഖർ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. ലഹരിമരുന്ന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച കാറാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നതായും ദുൽഖർ ചൂണ്ടിക്കാട്ടി. കേസ് ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ ഉൾപ്പെട്ടതെന്നാരോപിച്ച 23-ാം തീയതിയാണ് നടൻ ദുൽഖറിന്റെ 2004 മോഡൽ തമിഴ്നാട് രജിസ്ട്രേഷൻ ലാൻഡ് റോവർ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത്. വാഹനം വിട്ടു നൽകണമെന്നും യാതൊരു നിയമലംഘനവും തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്നും ദുൽഖർ സൽമാൻ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കി. മാത്രമല്ല, കസ്റ്റംസിന്റെ നടപടികളുടെ ഭാഗമായി ലാൻഡ് റോവറിന് കേടുപാടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും എത്രയും പെട്ടെന്ന് വാഹനം തനിക്ക് വിട്ടു നൽകണമെന്നും ദുൽഖറിന്റെ ഹർജിയിൽ പറയുന്നു. വാഹനം പിടിച്ചെടുത്തതിലൂടെ വ്യക്തിപരമായി വലിയ അപമാനം സഹിക്കേണ്ടി വരുന്നു. ലഹരിമരുന്ന്, കള്ളക്കടത്ത്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച ലാൻഡ് റോവറാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുകയാണ്. ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് അറിയില്ലെന്നറിയിച്ച നടൻ വാഹനം എങ്ങനെയാണ് താൻ സ്വന്തമാക്കിയതെന്ന് രേഖകൾ സഹിതം കോടതിയിൽ വിശദീകരിച്ചു. കോടതിയിൽ സമർപ്പിച്ച ഇൻവോയ്സ് അനുസരിച്ച് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് ന്യൂഡൽഹിയിലെ റീജിയണൽ ഡെലിഗേഷനു വേണ്ടി ഇറക്കുമതി ചെയ്തതാണ് ലാൻഡ് റോവർ. പിന്നീടാണ് വാഹനം തമിഴ്നാട് പുതുക്കോട്ടയിലെ താജ്മഹൽ ടുബാക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് സ്വന്തമാക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ ഹബീബ് മുഹമ്മദിൽ നിന്ന് ആർത്തി പ്രൊമോട്ടേഴ്സ് വാഹനം വാങ്ങി. അവരിൽ നിന്നാണ് താൻ വാഹനം വാങ്ങുന്നതെന്നും നടന്റെ ഹർജിയിൽ വിശദീകരിക്കുന്നു. ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന രേഖകളും ദുൽഖർ കോടതിയിൽ സമർപ്പിച്ചതായാണ് വിവരം. 2004 മുതൽ ഒരു വാഹനം എങ്ങനെയൊക്കെ കൈമാറപ്പെട്ടിരുന്നുവെന്ന് പരിശോധിച്ചറിയാനുള്ള സംവിധാനം ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്കില്ലെന്നും ദുൽഖർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു. ചൊവ്വാഴ്ച കസ്റ്റംസ് എത്തിയപ്പോൾ തന്റെ പ്രതിനിധി രേഖകളെല്ലാം ഉദ്യോഗസ്ഥരെ കാണിച്ചു. എന്നാൽ അവരതൊന്ന് നോക്കുക പോലും ചെയ്തില്ല. എത്രയും പെട്ടെന്ന് തന്റെ വാഹനം വിട്ടു നൽകണമെന്നും സംശയത്തിന്റെ പേരിലുള്ള ഇത്തരം നടപടികൾ തടയണമെന്നും നടൻ ആവശ്യപ്പെട്ടു. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സിയാദ് റഹ്മാൻ കസ്റ്റംസിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. വരുന്ന ചൊവ്വാഴ്ച കേസ് കോടതി വീണ്ടും പരിഗണിക്കും. അതേസമയം കൊച്ചിയിൽ നിന്നും കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പിടിച്ചെടുത്ത ഫസ്റ്റ് ഓണർ വാഹനത്തിനുടമ മാഹിൻ അൻസാരി കസ്റ്റംസിന് മുന്നിൽ രേഖകളുമായി ഹാജരായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.